ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 8-ാമത് വാക്യം. അവൻ്റെ പക്ഷം പിടിക്കുന്നുവോ എന്നൊരു ചോദ്യമാണ്. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹിതന്മാർക്കു വേണ്ടി, സുഹൃത്തുക്കൾക്കു വേണ്ടി പക്ഷം പിടിക്കുന്നവരായിട്ടല്ല, നീതിക്കും സത്യത്തിനും വേണ്ടി സംസാരിക്കുന്നവരായി തീരണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നതാണ്. 32-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഓർപ്പിക്കുന്നത്, ഞാൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കയില്ല, ആരോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറവാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടിതാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും. ഇയ്യോബ് പറയുകയാണ്, മുഖസ്തുതി പറയുവാൻ, ആരെയും പൊക്കിപ്പറയുവാൻ എനിക്കറിഞ്ഞുകൂടാ. മാത്രമല്ല, ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടാവ് എന്നെ നീക്കിക്കളയുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 28-ാം വാക്യത്തിനകത്തൊരു പദം ഇങ്ങനെ പറയുന്നുണ്ട്, മുഖസ്തുതി പറയുന്ന വായ് നാശം വരുത്തുന്നു. സ്നേഹിതനാകൊണ്ട്, സുഹൃത്താകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ, തിന്മ പ്രവർത്തിക്കുമ്പോൾ കൂടെ നിൽക്കുന്നു എങ്കിൽ അവനെ നാശത്തിലേക്ക് നിങ്ങൾ നയിക്കുകയാണ് ചെയ്യുന്നത് എന്ന പദമാണ്. 29-ാം അധ്യായത്തിൽ വരുമ്പോഴും അതിൻ്റെ 5-ാം വാക്യത്തിനകത്ത് ഓർപ്പിക്കുന്നത്, കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് ഒരു വല വിരിച്ചിരിക്കുന്നു എന്ന പദം കൂടിയാണ്. നാശത്തിലേക്കാണ്, തിന്മയിലേക്കാണ്, പരാജയത്തിലേക്കാണ് ചിലരുടെ പക്ഷം പിടിക്കുമ്പോൾ നിങ്ങളവരെ നടത്തുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം എന്നുണ്ട്. റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിനകത്ത് ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിലും യൂദായുടെ ലേഖനം 16-ാം വാക്യത്തിലും ഈ പദപ്രയോഗങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈ വചനത്തിലൂടെ ഓർപ്പിക്കുന്നത് പക്ഷം പിടിക്കുന്നവരായിട്ടല്ല, സത്യത്തിനു വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ ഞാനും നിങ്ങളും ഉത്സാഹിക്കണമെന്ന് നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ഈ വാക്യങ്ങൾക്കകത്ത് സൂചിപ്പിക്കപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഹൃത്തായതുകൊണ്ട്, നമ്മുടെ കുടുംബാംഗമായതുകൊണ്ട്, നമ്മുടെ സ്നേഹിതനാകൊണ്ട് നാം അവൻ്റെ തിന്മയിൽ അവനോടുകൂടെ നിൽക്കുക എന്നതല്ല. നാം സത്യത്തിനും നീതിക്കും വേണ്ടി സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ തലത്തിൽ നിൽക്കുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് സർവശക്തിയുള്ള ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ തിന്മയ്ക്ക് വേണ്ടി നിൽക്കുകയല്ല,
ഞങ്ങൾ സ്നേഹിതന്മാർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി നിൽക്കുകയല്ല, ഞങ്ങൾ സത്യത്തിനു വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നിത്യസ്നേഹം കൊണ്ടും നിത്യ നന്മ കൊണ്ടും ഞങ്ങൾ നിറയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. അത്ഭുതം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.